ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങളിലൂടെയാണ് നമ്മൾ ഈ നാളുകളിൽ കടന്നു പോകുന്നത്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായ പരിശുദ്ധ കുർബാന പരിശുദ്ധ ബൈബിളിലും ചരിത്രത്തിലും അതിൻ്റെ സ്ഥാനം എന്താണ് എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായും ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ പ്രത്യേകമായി സൂചിപ്പിച്ചിരുന്നു, പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിനുള്ള ഒരുക്കം ആയിരുന്നു. പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ 30 വർഷം അത് ഈശോയുടെ രഹസ്യ ജീവിതകാലമാണ്. ആദ്യത്തെ 30 വർഷം പരസ്യ ജീവിതത്തിനുള്ള 3 വർഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. 3 വർഷത്തെ പരസ്യ ജീവിതം 3 ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കം ആയിരുന്നു. 3 ദിവസങ്ങൾ 1 മണിക്കൂറിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ആ 1 മണിക്കൂറാണ് മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മണിക്കൂർ. കാലത്തിൻ്റെ മണിക്കൂറും ഈശോയുടെ മണിക്കൂറും സന്ധിച്ച ആ 1 മണിക്കൂറിലാണ് മനുഷ്യരുടെ രക്ഷ സാധ്യമായത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം, ഈശോയുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാണ് നമ്മളെ രക്ഷിച്ചത്. വേറൊരുവനിലും രക്ഷയില്ല. അത് അസന്നിഗ്ധമായ ഭാഷയിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു രക്ഷയുടെ മണിക്കൂറിലേക്ക് എന്തുമാത്രം നമുക്ക് ആഴങ്ങളിലേക്ക് പോകാൻ സാധിക്കുമോ അത്രയും പരിശുദ്ധ കുർബാന ആഴമായൊരു അനുഭവമായി നമുക്ക് മാറും. അതുകൊണ്ടാണ് ഈ വിധത്തിൽ ഞാനിത് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യവംശത്തിന് വേണ്ടി ദൈവമുണ്ടാക്കിയ ഒരു പദ്ധതിയുണ്ട്. അത് രക്ഷാകര പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുക. ഈ രക്ഷാകര പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവം എങ്ങനെയാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കിയത്, അതെങ്ങനെയാണ് പൂർത്തിയാക്കിയത്, എങ്ങനെയാണ് നമുക്ക് രക്ഷ കരഗതമായതെന്ന് കുറച്ചുകൂടെ ആഴങ്ങളിൽ പഠിക്കാനാണ് ഇന്ന് പ്രധാനമായും ഞാൻ ആഗ്രഹിക്കുക. മനുഷ്യൻ്റെ ചരിത്രത്തിലാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കപ്പെട്ടത്. ആദി പാപം വഴി മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ദൈവം വീണ്ടെടുത്ത് തരികയായിരുന്നു ഈ രക്ഷാകര പദ്ധതിയുടെ പരമമായ ലക്ഷ്യം. അപ്പോൾ എന്താണ് നമുക്ക് ഈ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം നമുക്ക് നേടിത്തന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നറിയണം. എന്താണ് നഷ്ടപ്പെട്ടതെന്നറിയാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്താണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നറിഞ്ഞാൽ മതി. വീട്ടിൽ കള്ളൻ കയറിയെന്ന് വിചാരിക്കുക. കള്ളൻ അവൻ കണ്ടതെല്ലാം എടുത്തോട്ട് പോയി. അപ്പോൾ എന്തെല്ലാം സാധനമാണ് നഷ്ടപ്പെട്ടതെന്ന് വീട്ടുടമസ്ഥന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്തെല്ലാം അവിടെ ഉണ്ടായിരുന്നു, എത്ര പവൻ സ്വർണ്ണമുണ്ടായിരുന്നു, എത്ര രൂപയുണ്ടായിരുന്നു, എന്തെല്ലാം വിലപിടിപ്പുള്ള സാധനം ഉണ്ടായിരുന്നു, അതുണ്ടോ എന്ന് നോക്കിയാൽ കള്ളൻ കൊണ്ടുപോയത് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാവും. വിലയില്ലാത്തത് കള്ളനും വേണ്ടല്ലോ. അപ്പം അതുകൊണ്ട് വിലപിടിപ്പുള്ളതായി എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലും എന്താണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കള്ളൻ പാപം വഴി നമ്മുടെ ഉള്ളിൽ കയറി നമ്മിൽ നിന്ന് കവർന്നു കൊണ്ടുപോയത് ഏതാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടായിരുന്നത്? നമുക്കെന്താ ഉള്ളത്? തമ്പുരാൻ തന്നതല്ലാതെ. അപ്പം അതുകൊണ്ട് എന്താണ് ദൈവം നമുക്ക് അടിസ്ഥാനപരമായി നൽകിയത്? അതാണ് ആദ്യം നമ്മൾ കാണുക. 3 പ്രത്യേകമായ കൃപകളും ദാനങ്ങളും നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് മറ്റു ജീവജാലങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ലത്, നമുക്ക് മാത്രം നൽകിയതാണ്. അങ്ങനെ 3 കാര്യങ്ങളേ ഉള്ളൂ. ദൈവം മനുഷ്യന് വേണ്ടി മാത്രം മാറ്റിവെച്ച തൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യന് നൽകാൻ വേണ്ടി മാത്രമായി മാറ്റിവെച്ച ആ അമൂല്യമായ 3 കാര്യങ്ങൾ. 1, ദൈവം തൻ്റെ ഛായയും സാദൃശ്യവും നമുക്ക് തന്നു. അതെന്തൊരു വലിയ കാര്യമാണ്! തൻ്റെ ഛായയും സാദൃശ്യവും.
വേറെ ഈ ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവികളുണ്ട്, അവർക്കൊന്നും ദൈവത്തിൻ്റെ ഛായയോ സാദൃശ്യമോ ഇല്ല. ബൈബിൾ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയാണ് നമുക്ക് ദൈവം നൽകിയത്. എന്തിനാണ് ദൈവത്തിൻ്റെ ഛായ നൽകിയത്? അതും ചിന്തനീയമായൊരു കാര്യമാണ്. നമ്മെ കണ്ടാൽ ദൈവത്തെ ഓർക്കാൻ മാത്രം അവൻ്റെ മുഖഭാവവും അവൻ്റെ ശൈലിയും അവൻ്റെ ജീവിതവും എന്നിൽ ഉണ്ടാകണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് ഇച്ചിരി കടന്നതാണ്. നമ്മളെ കണ്ടാൽ ദൈവത്തെ കാണുന്നത് പോലെ ആവണം. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലത്. അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൻ്റെ ഛായയും തൻ്റെ സാദൃശ്യവും നമുക്ക് നൽകിയത്. അപ്പം അങ്ങനെ ഒന്നാമത്തെ ദാനം എന്ന് പറയുക, ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അവൻ നമുക്ക് നൽകി എന്നുള്ളതാണ്. രണ്ടാമത്തെ കൃപ എന്ന് പറയുന്നത് എല്ലാറ്റിനും മുകളിൽ ആധിപത്യം നൽകി. എല്ലാറ്റിനും മുകളിൽ ആധിപത്യം നൽകി. ഈ ലോകത്തുള്ള സകലതിനും മുകളിൽ ആധിപത്യമുള്ളവനായിരിക്കട്ടെ. എല്ലാറ്റിനും മുകളിൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടാവട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. എല്ലാറ്റിനും മുകളിൽ ആധിപത്യമുള്ളവരാകട്ടെ. ആധിപത്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരുടെയും അടിമയാകാതിരിക്കാനുള്ള ശക്തി തന്നു എന്നാണ് അർത്ഥം. ആധിപത്യമുള്ളവൻ അടിമയല്ല. ആധിപത്യം നഷ്ടപ്പെടുമ്പോഴാണ് അടിമയായി മാറുന്നത്. ആധിപത്യം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ വ്യക്തികൾക്ക് അടിമയായി, വസ്തുക്കൾക്ക് അടിമയായി, സാഹചര്യങ്ങൾക്ക് അടിമയായി, പ്രസ്ഥാനങ്ങൾക്ക് അടിമയായി, ആഗ്രഹങ്ങൾക്കും അഭിനിവേശങ്ങൾക്കും അടിമയായി. അങ്ങനെ അടിമയായി ജീവിക്കാനുള്ളവനല്ല മനുഷ്യൻ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന ഈ ആധിപത്യം അത് അമൂല്യമായ ഒരു കാര്യമായി നമ്മൾ കാണണം. ഒന്ന്, ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അവൻ നമുക്ക് നൽകി. രണ്ടാമതായി പറഞ്ഞ് തൻ്റെ എല്ലാറ്റിനും മുകളിൽ ആധിപത്യമുള്ളവനായി മാറി. അത് മനുഷ്യന് മാത്രമുള്ളതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിത് പറയാനുള്ള ഒരു കാരണം, വായെത്തും ദൂരത്തെ കനി വേണ്ടെന്ന് വയ്ക്കാൻ മൃഗങ്ങൾക്കാവില്ല, എന്നാൽ കയ്യെത്തും ദൂരത്തെ കനി വേണ്ടെന്ന് വയ്ക്കാൻ മനുഷ്യനാകും. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. ഷെയ്പ്പല്ല, അതിനപ്പുറത്തൊരു ആധിപത്യമാണ്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും. ഒരു കെട്ട് പുല്ല് കൊണ്ടുവന്നിട്ടിരിക്കുന്നു, പശുവിനെ കയറഴിച്ചു വിട്ടു. പശു അത് തിന്നും. അത് സ്വാഭാവികമായ പ്രവണത അനുസരിച്ചാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. സ്വാഭാവികമായ പ്രവണതകളനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യൻ മൃഗത്തിൻ്റെ തലത്തിലേക്ക് താണുപോകും. പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ആധിപത്യമുള്ളവനാകണം. കയ്യെത്തും ദൂരത്തെ കനി വേണ്ടെന്ന് വെക്കാൻ കഴിവുള്ളവൻ മനുഷ്യൻ. ഇതാണ് ഇച്ഛകൾക്ക് മുകളിലുള്ള ആധിപത്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ഇച്ഛകൾക്ക് മുകളിൽ, ആഗ്രഹങ്ങൾക്ക് മുകളിൽ, താല്പര്യങ്ങൾക്ക് മുകളിൽ, സാഹചര്യങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കാനുള്ള മനുഷ്യൻ്റെ കരുത്തും കഴിവുമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അതിനുള്ള കരുത്ത് നൽകിയാണ് ദൈവം സൃഷ്ടിച്ചത്. അതാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ദൈവം തൻ്റെ ഛായയും സാദൃശ്യവും നമുക്ക് നൽകി. 2, എല്ലാറ്റിനും മുകളിൽ ആധിപത്യം നൽകി. 3-മതായി ദൈവം മനുഷ്യനെ കൊണ്ടുവന്നാക്കിയ ഇടം പറുദീസയാണ്. പറുദീസയിലാണ് മനുഷ്യനെ ആക്കിയത്. പറുദീസയിലാവുക എന്ന് പറഞ്ഞാൽ പറുദീസ ബന്ധങ്ങളുടെ പൂർണ്ണതയാണ്. ബന്ധങ്ങളുടെ പൂർണ്ണത എവിടെയുണ്ടോ അതിൻ്റെ പേരാണ് പറുദീസ. പറുദീസ ഒരു ഉട്ടോപ്യൻ ആശയമല്ല, അത് ബന്ധങ്ങളുടെ പൂർണ്ണതയുള്ള ഇടമാണ്. 4 അടിസ്ഥാനപരമായ ബന്ധങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ഈ 4 അടിസ്ഥാനപരമായ ബന്ധങ്ങൾ? 1, ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ പൂർണ്ണത. 2, മനുഷ്യ ബന്ധത്തിൻ്റെ പൂർണ്ണത.
3, മനുഷ്യനും ഈ പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത. 4, ഒരാൾക്ക് തന്നോട് തന്നെയുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത. 4 ബന്ധങ്ങളുടെ പൂർണ്ണതയുള്ളവനാണ് പൂർണ്ണനായ മനുഷ്യൻ. ഏതൊക്കെയാണ് 4 ബന്ധങ്ങൾ? 1, ദൈവ മനുഷ്യബന്ധത്തിൻ്റെ പൂർണ്ണത. അത് പറുദീസയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ സൂചന നമുക്ക് കിട്ടുന്നത് വൈകുന്നേരമാകും സന്ധ്യാവേളയിൽ ദൈവം മനുഷ്യൻ്റെ കൂടെ നടക്കുന്നു. പറുദീസയിൽ മനുഷ്യനോട് ചേർന്ന് നടക്കുന്ന ദൈവം, തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നടക്കുന്ന ദൈവം. അത് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത. പ്രിയപ്പെട്ടവരെ, ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ പൂർണ്ണത എവിടെയുണ്ടോ അവിടെ മനുഷ്യ ബന്ധങ്ങൾക്ക് പൂർണ്ണതയുണ്ടാകും. ദൈവബന്ധം തകർന്നാൽ മനുഷ്യബന്ധങ്ങൾ തകരും. ദൈവബന്ധം നേരെയാക്കിയാൽ തകർന്നു പോയ നിന്റെ മനുഷ്യബന്ധങ്ങളെ നിനക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെയാ കുടുംബത്തിലെ പ്രശ്നമുണ്ടോ, സമൂഹത്തിൽ പ്രശ്നമുണ്ടോ, ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവബന്ധത്തെ നേരെയാക്കുക. അതല്ലാതെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. ഈ പ്രകൃതിയിൽ വേറൊരു മാർഗമില്ല. അതുകൊണ്ടാണ് ഈ 4 ബന്ധങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. ആ 4 ബന്ധങ്ങളുള്ള ഒരിടത്തിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നാക്കിയത്. അതാണ് പറുദീസ, ബന്ധങ്ങളുടെ പൂർണ്ണത. 1, ദൈവ മനുഷ്യബന്ധം. 2, മനുഷ്യബന്ധം. മനുഷ്യബന്ധം അതിൻ്റെ പൂർണ്ണതയിൽ പറുദീസയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എളുപ്പമായ മാർഗം, ആദ്യമായി ഹവ്വയെ ആദം കണ്ടപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. അത് ഹീബ്രു ഭാഷയിൽ അത് ഒരു ഭാഷാ ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ അതിനെ മലയാളീകരിച്ചാൽ, മലയാള ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ, നീ എൻ്റെ ചങ്കിൻ്റെ ചങ്ക് എന്ന് പറയുന്നത് പോലെയാണ്. നീ എൻ്റെ കരളിൻ്റെ കരള് എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടവരോടാണ് നമ്മൾ അങ്ങനെ പറയുക, നീ എൻ്റെ ചങ്കാണ്. പിള്ളേർ പോലും നമ്മളോട് അതെൻ്റെ ചങ്കാണ്, നമുക്ക് അത് അവരുടെ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്ന അർത്ഥത്തിലാണ് അത് സൂചിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ഇത് നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞാൽ വേർപെടുത്താനാവാത്ത പോലെ നമ്മൾ ഒന്നാണ് എന്നാണ് അർത്ഥം. അതാണ് മനുഷ്യബന്ധത്തിൻ്റെ പൂർണ്ണത. ഇനി എങ്ങനെയാണ് ഈ വിധത്തിൽ ഹവ്വയെക്കുറിച്ച് ആദത്തിന് പറയാൻ സാധിച്ചത് എന്നുകൂടെ അറിയണം. ഹവ്വയെ ആരുടെ കൂടെയാണ് ആദം കാണുന്നത്? ആരുടെ കൂടെയാണ്? ദൈവത്തിൻ്റെ കൂടെ. ഹവ്വയെ ആദ്യമായി ആദം കാണുന്നത് അവൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവളായിട്ടാണ്. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം സ്നേഹയോഗ്യരാണ്. ചെകുത്താൻ്റെ കൂടെയാണ് ഹവ്വ നിൽക്കുന്നത് കണ്ടിരുന്നതെങ്കിൽ, ആദം കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്ന് പറയാനാകുമായിരുന്നില്ല. അതുകൊണ്ട് വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണാൻ പഠിക്കുക. വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണാൻ പഠിക്കുക. അവിടെയാണ് ബന്ധങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് മനുഷ്യബന്ധത്തിൻ്റെ പൂർണ്ണതയിലാണ് അവർ ജീവിച്ചത്. ഇനി മൂന്നാമത്തെ ബന്ധമെന്ന് പറയുന്നത് മനുഷ്യനും അവൻ ജീവിക്കുന്ന ഈ പ്രകൃതിയുമായുള്ള, ഈ പ്രപഞ്ചവുമായുള്ള ഒരാഴമായ ബന്ധമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിൻ്റെ മണമുള്ള മനുഷ്യനെന്നൊക്കെ പറയുന്ന ഭാഷ അതാണ്. പ്രകൃതിയുമായി ബന്ധങ്ങൾ ഉണ്ടാവണം. പ്രകൃതിയിൽ നിന്ന് എന്തുമാത്രം അകലുന്നുവോ അത്രയും പ്രകൃതി വിരുദ്ധമായ ജീവിതമായി ഇത് മാറും. അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതാണ്. പ്രകൃതിയിൽ നിന്നാണ് നമ്മളെ അവൻ മെനഞ്ഞെടുത്തത്. ഈ പ്രകൃതിയുമായുള്ള അഭേദ്യമായൊരു ബന്ധം മനുഷ്യനുണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുന്ന ബന്ധമാണ്.
അത് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മളിപ്പോഴും നോക്കുക. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പ്രകൃതിയുമായി മനുഷ്യൻ എന്തുമാത്രം ബന്ധത്തിലായിരുന്നു, പറുദീസയിലായിരുന്നത് എന്നത്. എന്നു മുതലാണ് വന്യമൃഗങ്ങൾ ക്രൂരമൃഗങ്ങളായി മാറിയത്? പറുദീസയിൽ വന്യമൃഗങ്ങൾ ക്രൂരമൃഗങ്ങളായിരുന്നില്ല. പുലിയും ആനയും സിംഹവും കടുവയും പാമ്പും ഒക്കെ ഉള്ളതിൻ്റെ ഇടയിലാണ് മനുഷ്യൻ ജീവിച്ചത്. അതിൽ ഒരെണ്ണം പോലും മനുഷ്യനെ ഉപദ്രവിച്ചില്ല. എന്നാണ് മനുഷ്യന് വന്യമൃഗങ്ങൾ ക്രൂരമൃഗങ്ങൾ ഉപദ്രവകാരികളായി മാറിയത്? അത് ദൈവബന്ധം തകർന്നപ്പോഴാണ്. അപ്പോഴാണ് പ്രകൃതി നമുക്ക് എതിരാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തകർന്നുപോയ മനുഷ്യബന്ധങ്ങളെ നേരെയാക്കാൻ ദൈവബന്ധത്തെ ശക്തിപ്പെടുത്തുക, തകർന്നുപോയ പ്രകൃതിയുമായുള്ള ബന്ധത്തെ നേരെയാക്കാൻ ദൈവബന്ധത്തെ പുനഃസ്ഥാപിക്കുക വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഇനി നാലാമതായി ഒരു ബന്ധം കൂടിയുണ്ട്. അത് എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് അവനോട് തന്നെ ഉള്ള ബന്ധത്തിൽ തകർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ വ്യക്തിയായി ജീവിക്കേണ്ടവൻ വിഭജിക്കപ്പെട്ട മനുഷ്യനായി മാറുന്നു. വിഭജിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം തന്നെ എനിക്ക് പിടിക്കുന്നില്ല എന്നൊക്കെ ചിലർ പറയില്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്, ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റുന്നുമില്ല. തന്നിൽ തന്നെ വിഭജിതനായൊരു മനുഷ്യൻ. ഈ 4 ബന്ധങ്ങളും തകർന്ന് ഒരാളെ സുവിശേഷത്തിൽ കണ്ടെത്തുന്നത് ഗദറായരുടെ ദേശത്ത് നിന്ന് വരുന്ന പിശാചുബാധിതൻ്റെ ചിത്രത്തിലാണ്. അവന് ഈശോയെ കണ്ടപ്പോഴേ പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഒറ്റ വാക്കിൽ ദൈവവുമായി ബന്ധം തകർന്നവൻ. രണ്ടാമതായി അവന് മനുഷ്യനുമായി, ജീവിച്ചിരിക്കുന്ന മനുഷ്യനുമായി അവന് യാതൊരു ബന്ധമില്ല. അവൻ വസിച്ചത് ശവകുടീരങ്ങളിലും മലമുകളിലുമാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോയ, അല്ലെങ്കിൽ തന്നെ ബോധപൂർവം ഒറ്റപ്പെടുത്തിക്കളഞ്ഞ ഒരു മനുഷ്യൻ. അത് ബന്ധങ്ങളുടെ തകർച്ചയുടെ സൂചനയായി കാണാം. മൂന്നാമതായി അവന് പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. അവൻ ചങ്ങലകൾക്കിട്ട് അത് പൊട്ടിച്ചു കളയും. അവൻ വസ്ത്രം പോലും ധരിക്കാതെ അവനിങ്ങനെ നടക്കുകയാണ്. ഈ പ്രകൃതിയിലെ ഒന്നുമായും അവന് ബന്ധമില്ല. നാലാമതായി അവനെ കാണുന്നത്, അവൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ പേരെന്താണ്? ലെഗിയോൻ. ഞാൻ ഒന്നല്ല, ഞങ്ങൾ ഒത്തിരി പേരാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? തന്നിൽ തന്നെ വിഭജിതനായ മനുഷ്യൻ. ഈ പ്രശ്നം, ഈ 4 ബന്ധങ്ങളും തകർന്നു നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഈശോയുമായുള്ള ബന്ധത്തിലേക്ക് വന്നപ്പോൾ അവൻ ശാന്തനായി അവൻ്റെ കാൽച്ചുവട്ടിലിരുന്നു. അവൻ വസ്ത്രം ധരിച്ചു. അവനിൽ തന്നെയുള്ള വിഭജനങ്ങൾ മാറി. അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം അത് ക്രിസ്തുവിൽ നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ദൈവം രക്ഷാകര പദ്ധതി ഉണ്ടാക്കിയത്. പറുദീസയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ നിന്റെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ രക്ഷാകരമായ പദ്ധതി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം അമൂല്യമായ 3 കാര്യങ്ങൾ നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 1, ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും. 2, എല്ലാറ്റിനും മുകളിലുള്ള ആധിപത്യം. 3, അവന് പറുദീസയിൽ വസിക്കാനുള്ള ഭാഗ്യം നൽകി. പറുദീസയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ 4 ബന്ധങ്ങളുടെ പൂർണ്ണതയാണ്. ഏതൊക്കെയാണ് 4 ബന്ധങ്ങൾ? 1, ദൈവ മനുഷ്യബന്ധത്തിൻ്റെ പൂർണ്ണത. 2, മനുഷ്യബന്ധത്തിൻ്റെ പൂർണ്ണത. 3, മനുഷ്യനും പ്രപഞ്ചവുമായുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത. 4, തന്നോട് തന്നെയുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത. വിഭജിക്കപ്പെടാത്ത മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കാനും വിഭജിപ്പിച്ചു കൊടുക്കാത്ത വിധത്തിൽ മനുഷ്യനെ സ്നേഹിക്കാനും, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെയൊക്കെ സ്നേഹിക്കാനും, പ്രകൃതിയോട് താതാത്മ്യപ്പെട്ട് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ശാന്തമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരാനും, എന്നിൽ തന്നെയുള്ള വിഭജനത്തെ മാറ്റി പൂർണ്ണ മനുഷ്യനായി മാറാനും ദൈവം ഒരു രക്ഷാകരമായ പദ്ധതി എനിക്ക് വേണ്ടി ഉണ്ടാക്കി.
ദൈവത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതിയുടെ പ്രത്യേകത അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, പ്രത്യേകത നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇനി ശരിക്കും ശ്രദ്ധിക്കുക, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ പലതും മനുഷ്യൻ്റെ നാശത്തിലാണ് ചെന്ന് അവസാനിക്കുക. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ പലതും അവനെ നാശത്തിലാണ് എത്തിക്കുക. കായീൻ തൻ്റെ ബലി തിരസ്കൃതമായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമായ ഒരു ബലി അർപ്പിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അതിന് അവൻ ഉണ്ടാക്കിയ പദ്ധതി സ്വീകാര്യമായി ബലിയർപ്പിച്ച ആബേലിനെ കൊല്ലുക എന്നതായിരുന്നു. അതാണ് അവനുണ്ടാക്കിയ പദ്ധതി. കായീൻ ഉണ്ടാക്കിയ പദ്ധതി അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും നാശത്തിന് കാരണമായി. അതാണ് ഞാൻ പറയുന്നത്, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ പലതും അവൻ്റെ നാശത്തിനുള്ള പദ്ധതിയായി മാറുന്നു. സോദോം ഗൊമോറയിലെ മനുഷ്യർ തങ്ങളുടെ സുഖത്തിനും ലാഭത്തിനും വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി ലാഭമാണ്, സുഖമാണ് എന്നൊക്കെ അവർക്ക് ആദ്യം തോന്നിയെങ്കിലും അത് ആ പ്രദേശത്തിൻ്റെ പോലും സകല മനുഷ്യരുടെയും നാശത്തിന് കാരണമായി മാറി. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ പലതും മനുഷ്യൻ്റെ നാശത്തിനുള്ള പദ്ധതികളായി രൂപാന്തരപ്പെടുകയാണ്. ഇത് ആദ്യം മനസ്സിലാവില്ല, പിന്നീടാണത് മനസ്സിലാവുക. പുതിയ നിയമത്തിൻ്റെ താളുകളിലേക്ക് കടന്നു വരുമ്പോൾ യൂദാസ് എന്ന് പറയുന്നൊരു കഥാപാത്രം അന്യായമായ മാർഗത്തിലൂടെ 30 വെള്ളിക്കാശ് സ്വന്തമാക്കാൻ ശ്രമിച്ചത് അവൻ്റെ നാശത്തിന് കാരണമായി മാറി. അവനുണ്ടാക്കിയ പദ്ധതി നന്മയ്ക്ക് വേണ്ടിയെന്ന്, ലാഭത്തിന് വേണ്ടിയെന്ന് കണക്കാക്കി അവനുണ്ടാക്കിയ പദ്ധതി അവനെ കൊണ്ടുവന്നെത്തിക്കുന്നത് നാശത്തിലായിരുന്നു. അതാണ് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ പലതും അവൻ്റെ നാശത്തിലാണ് എത്തുക. അന്യായമായ മാർഗങ്ങളിലൂടെ നേടുന്നതൊന്നും ആസ്വദിക്കാനാവില്ല. ലാഭമാണെന്ന വിചാരം, കള്ളത്തരം കാണിക്കുന്നു, കള്ളക്കണക്കുകൾ എഴുതുന്നു, അല്ലെങ്കിൽ കട്ടെടുക്കുന്നു, അങ്ങനെ പലതും ചെയ്യുമ്പോൾ ലാഭമാണ്, നേട്ടമാണ് എന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും ആസ്വദിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, വലിയ വില അതിനുവേണ്ടി അവൻ കൊടുക്കേണ്ടി വരികയും ചെയ്യും. അതാണ് യൂദാസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് ജെറമിയ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ തുറന്ന് വായിച്ചേയും ജെറമിയയുടെ പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം 11-ാം വാക്യം. മിക്കവാറും എല്ലാവർക്കും അത് മനഃപ്പാഠമാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. അപ്പം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതി പോലെയല്ല മനുഷ്യന് വേണ്ടി ദൈവം ഉണ്ടാക്കുന്ന പദ്ധതി. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതി അവൻ്റെ നാശത്തിലാണ് കൊണ്ടുവന്നെത്തിക്കുന്നതെങ്കിൽ മനുഷ്യന് വേണ്ടി ദൈവമുണ്ടാക്കുന്ന പദ്ധതി അവന് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ സ്വന്തം പദ്ധതികളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നീ നാശത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷയുടെ വഴിയിലേക്ക് എത്തും. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. സ്വന്തം പദ്ധതികൾ വിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ജീവിതത്തെ ചേർത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ നാശത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷയുടെ വഴിയിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ടാണ് പാപം വഴി നഷ്ടപ്പെടുത്തിയ ദൈവബന്ധത്തെ പുനഃസ്ഥാപിക്കാനും മനുഷ്യവംശത്തെ വീണ്ടെടുക്കാനും അവനെ രക്ഷിക്കാനും വേണ്ടി ദൈവമുണ്ടാക്കിയ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. ഈ രക്ഷാകര പദ്ധതി എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയത്? എന്തിനാണ് തമ്പുരാൻ അങ്ങനെ ചെയ്തത്? മനുഷ്യന് ദൈവത്തെ വിട്ട് അവൻ്റെ വഴിക്ക് പോയത് പോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ വിടാതിരുന്നതിൻ്റെ കാരണം അവനെ അന്വേഷിച്ച് പുറകെ നടന്ന് അവന് വേണ്ടി ക്ഷേമകരമായൊരു പദ്ധതി ഉണ്ടാക്കാൻ ദൈവം കാരണമാകുന്നത്, ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് ദൈവം കാരുണ്യവാനായതുകൊണ്ടാണ്.
ദൈവം കാരുണ്യവാനായതുകൊണ്ടാണ് ദൈവം രക്ഷാകര പദ്ധതി ഉണ്ടാക്കിയതും അതിന് മുൻകൈയെടുത്തതും അതിന് വേണ്ടതെല്ലാം ചെയ്തതും. പിന്നീട് ചരിത്രം നമ്മൾ വായിച്ചാൽ, ബൈബിൾ എടുത്തു നോക്കിയാൽ, ഈ രക്ഷാകരമായ പദ്ധതിയെ ദൈവം എങ്ങനെയാണ് വഴി നടത്തുന്നത്, ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായ ഈ രക്ഷാകര പദ്ധതി അതെങ്ങനെയാണ് പൂർത്തീകരിച്ചതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമം ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പുകളുടെ കാലമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഏകപുത്രനായി ക്രിസ്തുവിനെ തരുന്നത് മുതൽ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി മനുഷ്യനെ രക്ഷിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കും അതേ രക്ഷയിൽ പങ്കുചേരാൻ വേണ്ടി സഭയെ സ്ഥാപിച്ചതും സഭയുടെ വിശുദ്ധ കൂദാശകൾ സ്ഥാപിച്ചതും ഒക്കെ ചേരുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം കർത്താവ് കാരുണ്യവാനായതുകൊണ്ടാണ്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? പുറപ്പാട് പുസ്തകത്തിൻ്റെ 34 അധ്യായം 6-7 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34 അധ്യായം 6-7 വാക്യങ്ങൾ. ഇങ്ങനെയാണ് ആ വാക്യം. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. എങ്ങനെയാണ് എന്താണ് പറഞ്ഞത്? കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ദൈവം കാരുണ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കണം. എൻ്റെ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നമ്മുടെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടതല്ല നമ്മൾ. മനുഷ്യവംശം രക്ഷിക്കപ്പെട്ടതും നവീകരിക്കപ്പെട്ടതും മനുഷ്യവംശത്തിൻ്റെ നന്മ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കാരുണ്യവും ഔദാര്യവും സ്നേഹവും കൊണ്ടാണ് എന്ന് തിരിച്ചറിയുമ്പോൾ കാരുണ്യവാനായ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും. ഈ ആശ്രയബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധത്തിന് അവകാശമില്ല. കഴിഞ്ഞകാല ജീവിതത്തിലെ പാളിച്ചകൾ എന്തുമായിക്കൊള്ളട്ടെ, പിന്നെ നീ അതിനെ ഓർത്ത് കരഞ്ഞ് ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് രക്ഷ സ്വീകരിച്ച് ദൈവമക്കളുടെ പദവിയിൽ ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഈ കാരുണ്യവാൻ എന്ന വാക്ക് ഒത്തിരിയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ അങ്ങയുടെ സ്വഭാവമനുസരിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങയുടെ സ്വഭാവമനുസരിച്ച്, അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. കാരുണ്യം. അങ്ങയുടെ സ്വഭാവമനുസരിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അതുകൊണ്ടാണ് കർത്താവ് കാരുണ്യവാനാണെന്നും കർത്താവ് കാരുണ്യവാനായതുകൊണ്ടാണ് രക്ഷാകര പദ്ധതി ഉണ്ടാക്കിയതും പൂർത്തീകരിച്ചതെന്നും ആ കാരുണ്യത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെന്നും തിരിച്ചറിയുക. ഒരേ സമയത്ത് കർത്താവ് കാരുണ്യവാനാണ്, അതേ സമയത്ത് തന്നെ ദൈവം നീതിമാനുമാണ് എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഒരു അബദ്ധമുണ്ടാകാം. എന്തു ചെയ്താലും കുഴപ്പമില്ല എന്ന തിന്മയോട് വളരെ ലാഘവ ബുദ്ധിയോടെ കാണുന്നൊരു മനോഭാവം രൂപപ്പെടാം. അതുകൊണ്ടാണ് ഒരേ സമയത്ത് ദൈവം കാരുണ്യവാനും അതേ സമയത്ത് തന്നെ ദൈവം നീതിമാനുമാണ്. അപ്പം അതുകൊണ്ട് ഈ കാരുണ്യത്തിലേക്ക് എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുകൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുകയാണ്. കൊടുക്കേണ്ടത് കൊടുക്കാത്തതിൻ്റെ പേരാണ് അനീതി. കൊടുക്കേണ്ടത് കൊടുക്കാത്തതാണ് അനീതി. കൊടുക്കേണ്ടത് കൊടുക്കുന്നതാണ് നീതി. അർഹതയില്ലാത്തതും കൊടുക്കുന്നതാണ് കാരുണ്യം. മനസ്സിലായോ ആവോ? കൊടുക്കേണ്ടത് കൊടുക്കാത്തതെല്ലാം അനീതിയാണ്. അനീതി. എല്ലാവരും പറയല്ലേ, എന്തൊരു അനീതിയാണിത്, എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? വേറൊരാൾക്ക് ലഭിക്കേണ്ടത് കൊടുത്തില്ല. അത് സ്നേഹമാകട്ടെ, സമ്പത്താകട്ടെ, സമയമാകട്ടെ, എന്തുമാകട്ടെ,
അപരന് അർഹതപ്പെട്ടത് കൊടുക്കാത്തതെല്ലാം അനീതിയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തത് ദൈവത്തോട് കാണിക്കുന്ന അനീതിയാണ്. ദൈവത്തോട് സ്നേഹവും നന്ദിയുമുള്ളവരായി ജീവിക്കേണ്ട നമ്മൾ അത് ചെയ്യാതിരിക്കുന്നത് ദൈവത്തോട് കാണിക്കുന്ന അനീതിയാണ്. അനീതി, അതിന് ശിക്ഷയുണ്ട്. അനീതിക്ക് ശിക്ഷയുണ്ട്. കാരണം ദൈവം നീതിമാനാണ്. ദൈവത്തിന് നിരക്കാത്തതാണ് അനീതി. ദൈവം നീതിമാനായതുകൊണ്ട് നീതിക്ക് നിരക്കാത്തത് ദൈവത്തിന് നിരക്കാത്തതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അനീതി പ്രവർത്തിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഭാരതീയ ദർശനത്തിൽ കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്നൊക്കെ പറയുന്നുണ്ട്. കർമ്മഫലം അനുഭവിച്ചേ തീരൂ. കാരണം ദൈവം കാരുണ്യവാനാണ്, അതോടൊപ്പം തന്നെ ദൈവം നീതിമാനുമാണ്. കരുണയുടെ കവാടത്തിലൂടെ കടക്കാത്തവർക്ക് നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടി വരും എന്നൊക്കെ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കരുണയുടെ കാലത്ത് അതിൽ ആശ്രയിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അതിൽ ആശ്രയിക്കാതെ മാറി നിന്നാൽ നീ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അനീതി, അതിന് ശിക്ഷ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ കാരുണ്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? അർഹതയില്ലാത്തത് കൊടുക്കുന്നതാണ് കാരുണ്യം. അർഹതപ്പെട്ടത് കൊടുക്കുന്നത് നീതിയാണ്. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നതാണ് നീതി. പറയാമോ? നോക്കിക്കേ. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നതാണ് നീതി. കൊടുക്കേണ്ടത് കൊടുക്കണം. എപ്പോഴെങ്കിലും കൊടുത്താൽ പോരാ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ആർക്കെങ്കിലും കൊടുത്താൽ പോരാ, കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കണം. വേറെ ഒത്തിരി നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുന്നു, പക്ഷേ പാത്രത്തിലെടുത്തോണ്ട് വെച്ച് മേശപ്പുറത്ത് ഒരു കുത്തും കൂടെ കുത്തിയിട്ട് ആണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നതല്ല. അത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നതല്ല, സ്നേഹത്തോടെ കൊടുക്കണം. അതാണ് ഒന്നുകൂടി പറഞ്ഞേ. കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നതാണ് നീതി. നീതിക്കും ഒരു പടി കൂടെ ഉയർന്നാണ് കാരുണ്യം. എന്താണ്? അർഹതയില്ലാത്തത് കൊടുക്കുന്നതാണ് കാരുണ്യം. അർഹതയില്ല ആ വ്യക്തി, അത് ആ സ്നേഹം കിട്ടാൻ അർഹതയില്ല. കാരണം ഇങ്ങോട്ട് ചെയ്തത് വെച്ച് നോക്കിയാൽ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് തോന്നിയാത്ത വിധത്തിൽ ചെയ്തിട്ടുണ്ടാവാം, ഉപദ്രവിച്ചിട്ടുണ്ടാകാം, അർഹതപ്പെട്ടത് തട്ടിയെടുത്തിട്ടുണ്ടാകാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ അർഹതയില്ലാത്തവന് കൊടുക്കുന്നതാണ് കാരുണ്യം. അപ്പോഴാണ് നാം ദൈവ സ്വഭാവത്തിലേക്ക് വളരുന്നത്. ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയായി നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവം കാരുണ്യവാനാണ്. അത് അനുഭവിക്കുന്നവൻ എല്ലാവരോടും കരുണയുള്ളവരായി മാറണം. അതുകൊണ്ടാണ് ദൈവം കാരുണ്യവാനായതുകൊണ്ടാണ് സകല മനുഷ്യരെയും ഈശോ നിരപരാധിയായി കണ്ടു എന്ന് പറയുന്നത്. സകല മനുഷ്യരെയും, ഈ ലോകത്തിൽ സകല മനുഷ്യരെയും നിരപരാധിയായി കണ്ട ഒരേ ഒരു വ്യക്തി മാത്രമേ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ദൈവം എല്ലാ മനുഷ്യരെയും നിരപരാധിയായി കണ്ടു എന്ന് പറയുന്നതിന് കാരണം എന്താണ്? കുരിശിൽ കടന്നുകൊണ്ടുള്ള അവൻ്റെ പ്രാർത്ഥനയാണ്. ഏതാണ് ആ പ്രാർത്ഥന? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് പൊറുക്കണമേ. അപ്പോൾ അതിനകത്ത് യൂദാസ് പെട്ടു, പടയാളി പെട്ടു, പീലാത്തോസ് പെട്ടു, ഒറ്റിക്കൊടുത്തവൻ പെട്ടു, സകലരും പെട്ടു, നമ്മളും പെട്ടു. നമ്മളും അതിനകത്തുണ്ട്. പിതാവിൻ്റെ മുമ്പിൽ ഈശോ ആ പ്രാർത്ഥന തുടരുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. അതാണ് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അത് മനസ്സിലാക്കാനും എന്നെ രക്ഷിക്കുവാൻ വേണ്ടി
കാരുണ്യവാനായ ദൈവം ഉണ്ടാക്കിയ ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ മാത്രം രക്ഷിക്കപ്പെട്ട ആളാണ് ഞാനെന്നും വിശ്വസിക്കുക. അതാണ് രക്ഷയുടെ വഴിയിലേക്ക് വരാനുള്ള മാർഗം. അതുകൊണ്ടാണ് ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ രക്ഷാകര പദ്ധതി ദൈവമുണ്ടാക്കിയതാണ്, ദൈവമാണ് അത് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് രക്ഷ എനിക്ക് സൗജന്യ ദാനമായി എൻ്റെ ദൈവം എനിക്ക് നൽകി. അതുകൊണ്ട് എൻ്റെ രക്ഷകനായ ദൈവത്തോട് എനിക്ക് നന്ദിയും കടപ്പാടും സ്നേഹവുമുള്ളവനാകണം. എന്നെ രക്ഷിച്ചവൻ അവൻ മാത്രമാണെന്ന ബോധ്യത്തിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി എൻ്റെ ഈശോയല്ലാതെ ഒരാളുമില്ല എന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുവാനും അത് ഏറ്റുപറയാനും ഞാൻ തയ്യാറാകണം. അപ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവരായി നമ്മൾ രൂപാന്തരപ്പെടുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. രക്ഷയുടെ വഴിയിലൂടെ ഏറെ മുന്നോട്ട് പോകാനുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് നന്ദിയുള്ളവരായി, കാരുണ്യവാനായ ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.